അസ്വസ്ഥരായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി. മതി നിർത്ത്. അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും, അപ്പൊ ഫ്രീ ആയിരിക്കും. നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം. പുതിയ ഷീട്ടാ, പ്ലാസ്റ്റിക് കോട്ടിങ്ങാ, ഇപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. നോക്ക്. എന്റെ പൊന്നക്ബർക്ക ഒട്ടും സമയമില്ല. ദേ എവളെ വീട്ടിൽ കൊണ്ടാക്കണം. മതി, എന്നിട്ട് മതി. വാ, ഞാനും വരാം. നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു റൗണ്ട് കളിക്കാം. വാ. അയ്യോ, ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ? അമ്മ അപ്പം ചൂലെടുക്കും. അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ലേ ചൂലെടുക്കലോ അടിച്ചാരല്ലോ ഇല്ലേ? ഇന്നത്തേക്ക് അക്ബർക്ക വേറെ ആരെങ്കിലും നോക്ക്. നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം. അത് പോട്ടെ മോനെ, ഇതന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത്. അയ്യോ അക്ബർക്ക, എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ. നാളെ എന്തായാലും ഇരിക്കാം. പോലെ ബാലകൃഷ്ണ, ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത്. നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കേട്ടിട്ടില്ലേ നീ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എവിടെ നിന്ന് കേൾക്കാൻ? അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ? അല്ല, നല്ല ജോഡി. എന്താ വന്ന് നമുക്ക് നീ ഇല്ലേ വേറൊരാൾ വരണ. നോക്ക്. ശരി. ഇപ്പോഴൊന്നും മരിക്കൂല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു പോകുമ്പോ ആളെ കിട്ടുമെന്ന്. അല്ല, അതല്ല, ഞാൻ മേനോൻ സാറിനെ പ്രതീക്ഷിച്ചേ. എത്രയായി? 5 റുപ്യ. 5 റുപ്യ? മീറ്റർ ഇട്ടിട്ടില്ലേ? ഇപ്പൊ മീറ്റർ ഒന്നും ഇടാറില്ല സാറേ. ഞാനൊരു മാന്യത ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാ പിടിച്ചോ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്തിനാ? നമുക്കൊന്ന് വളയാം. വളയേ? അതെ, ഈ റമ്മി കളി. ഷീട്ട് കളിക്കേ? ഞാനോ? അല്ല, നമ്മൾ രണ്ടുപേര്. ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഇയാള് നന്നാവുന്ന ലക്ഷണല്ല. അവനും പോയ. ഇനി വേറെ ആരെയും വരുമോ നോക്കുക. ഒരു റൗണ്ട് പോയിട്ട് വരാവേ. മതി, ഇപ്പൊ തന്നെ 2 റൗണ്ടായി. അയ്യോ, ഒരു റൗണ്ട് പോയിട്ട് വരാവേ. പറ്റത്തില്ല. അയ്യോ, ഒരു റൗണ്ട് പോയിട്ട് വരാവേ. പോലെ വളർന്നിട്ട് പെണ്ണ് തമാശകളി കൂടുക. വള്ളിച്ചോറിൽ പിണച്ച് 2 അടി തരിക വേണ്ടത്. ഇറങ്ങി. ചെല്ലേ. ദേവകിയമ്മ രേവതിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല. ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞ് പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ. ഗുഡ് മോർണിംഗ്. ദേ ഇത് കണ്ടോ, പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പണിയാ. കബീഷേ, മിണ്ടല്ലേ മിണ്ടല്ലേ. പേടിച്ചു പോയി. പുതിയ കുറെ കാസറ്റുകളാ. ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസ്, ടോം ആൻഡ് ജെറി. ഓക്കേ, ഗുഡ് ബോയ്. ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളാരുമായിട്ട് അടിപിടി കൂടെയായിരുന്നു. ഞാനാ പിടിച്ചുകൂടെ കൊണ്ടാക്കിയത്. ചില സമയത്ത് അവൾ അങ്ങനെ. ഓ, അതൊക്കെ നേരെയാവും. ബാലൻ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കരുതെന്ന്. അവൾ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയെ പോലല്ലേ അമ്മേ? പ്രായമായ ഒരു പെങ്കൊച്ച. വെറുതെ ആൾക്കാർക്ക് അതൊന്നും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആൾക്കാർക്കൊക്കെ ആ പാവം പെണ്ണ് നന്നായിട്ട് അറിയാം. ആരും ഒന്നും പറയില്ല. അമ്മ പോയി കാപ്പി എടുത്തേ.
ബോംബെന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? പവിത്രന് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് അവളുടെ കുറ്റമല്ലല്ലോ, പവിത്രന് ഒഴിവില്ലാഞ്ഞിട്ടല്ലേ. ആ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. സുമിത്ര ചേച്ചി 2 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അപ്പോൾ ഇവിടെ എത്താറില്ലേ? അവൾക്ക് തിരുവനന്തപുരത്ത് ഇവിടെ വരാൻ അധികം ദിവസം വേണ്ട. അതുപോലെ അല്ലല്ലോ സുഭദ്ര. അതെ അതെ, എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. അതെ, നിനക്കെന്താ അവളോട് ഇത്ര കണ്ണുകടി? അയ്യോ, ഒരു കണ്ണുകടിയില്ലേ, അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ. എന്താടോ പുഷ്കര, തനിക്ക് കണ്ണുമുക്കം കണ്ടൂടെ? ഒന്ന് സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. ഒന്ന് വിട്ടേരെ. ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട്. യോ, മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ വിട്ടേരെ സാറേ. നിന്ന് പിടയ്ക്കാതെ കാര്യം പറയണോ. വടിവാള് ഏ വടിവാള് വർക്ക് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഡോക്ടറോ? ഓ, എവിടെ? ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ അമ്മേ, ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തിവെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ. ഏത് വഴി വരുന്നത്? യോ, ദേ വരുന്നത്. ഓ, മാറോ. ഓ, എടോ രാജശേഖര, എടോ അവിടെ നിക്കടോ. എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത്? രാവിലെ ആരെയാണോ കണി കണ്ടത്? എന്റെ ദൈവമേ, അയ്യോ, ഗേറ്റ് പാരാവുന്ന ലക്ഷണമാ. ആര് കൂട്ടിയിട്ടത്? അയ്യോ. എടോ രാജശേഖര, തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു. ഓ, ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴും ഒക്കെ അതിലെ ഒന്നും അങ്ങോട്ട് വന്നാൽ ഒരു സ്മോൾ അടിച്ച് നമുക്ക് വല്ല കൊച്ചു വർത്താനം പറഞ്ഞു. അല്ല, ഞാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല, താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതി കുട്ടിക്ക് അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതി തരാം. ഏയ്, അവൾക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളൂ അവക്ക്. ദേവതിയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ. ആ, ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. ആ, പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ, അത് ഞാൻ പറഞ്ഞതല്ലേ? 8 പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല, നമ്മുടെ ജോണിക്കുട്ടിയല്ലേ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റ് വേനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി, ഇയാളെന്താ ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത്? രാജശേഖര, ഇവൻ ഇതെവിടെ പോയി? കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ഓ, എന്റെ കർത്താവേ. അല്ലേ ചേച്ചി, ഡോക്ടർ എവിടെ പോയി? ഡൊമിനിക്ക് ജർമ്മനിയിലല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, വർക്കി സാറിന്റെ കാര്യമാ. ആ, എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ. റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ. അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു. അതല്ല, ആ, അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ? വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി. എന്റെ ചേച്ചി ആ കുന്ത്രാന്റെ അടുത്ത് കാതിൽ വെച്ചേ. ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. ആ, ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി? അത് ഞാൻ പേടിച്ചാലും ഞാനിത് അഴിച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇതാരെ ലീലാമ്മയോ? ചേട്ടൻ വന്നു, ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ. ഇവളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. അസലായിട്ട് തടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവളെങ്ങോട്ടൊക്കെ വരാറുണ്ടോ? നിങ്ങളില്ലാത്തപ്പോ അവൾ ഇവിടെ വരാറുണ്ട്. ഇപ്പൊ അവൻ അവളെ പിടയ്ക്കാറില്ല. ഇല്ലാന്നോ തോന്നണേ. ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കയറി. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ഇത്രയും നാളികേരം ഉണ്ടല്ലോ, ഒറ്റപ്പിടി കാശും കിട്ടൂല. ഇന്ന് മത്സ്യമല്ലം കിട്ടിയോ? അതോ ഇന്നലത്തെ മാതിരി തന്നെ?
ദേവു, ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ചീത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിരിക്കെ, ഞാനിപ്പോ ഓഫ് ചെയ്യും. ഇവിടെ അങ്ങനെ മിടുക്കി. ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോളാം, ദേവകിയമ്മ പൊയ്ക്കോളൂ. ശരി, കാലത്ത് വരാം. ആയിക്കോട്ടെ. അയ്യോ, നോക്ക് നോക്ക് നോക്ക്. അല്ല, രേവതിക്കുട്ടിക്ക് ഊണ് കഴിക്കണ്ടേ? ഇപ്പൊ എന്നെ കണ്ടിട്ട് ചോറിനാവേ. അല്ല, ഇനി ചോറുണ്ടിട്ട് കാണാം. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് അത് വേണ്ട. ചോറിനാ. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് ചോറിനാവും. ചോറുണ്ടിട്ട് കണ്ടാ മതി. നോയിക്കോ നോയിക്കോ നോയിക്കോ. ഡി, ആഹാ, ചോറുണ്ടിട്ട് കാണാന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് ചോറിനാന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറെ നല്ല കാസറ്റ് കാണാം, ടോം ആൻഡ് ജെറി. വേണ്ട, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ചോറുണ്ടിട്ട് കണ്ടാ മതി. ഇത് കണ്ടിട്ട് ചോറിനോളാം. ഇത് കണ്ടിട്ട് ഞാൻ ചോറിനോളാം. കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ടോം ആൻഡ് ജെറിയിലെ എലിയില്ലേ, ജെറി, അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്കിരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച. ആ, ഓ. ആ, ജെറി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അവിയല് നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ അയ്യോ, എന്താ ഇത്? രേവതി അല്ല. അയ്യോ, രേവതിക്കുട്ടി അല്ല പൊട്ടിച്ചത്, ടോം, പൂച്ച. ജെറി വീണ്ടും ഡൈനിങ് ടേബിളിൽ ചുറ്റുന്ന പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജെറി ഇരുന്നു. എന്നിട്ട് ഈ ടോമി മേച്ചറടി ടോമിന്റെ സീറ്റ് ഇവിടെ 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 ഇരി. ജെറി പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചു. ജെറി ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു. ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു. ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു. ഒഴിച്ചു. ഒഴിച്ചു. ഇങ്ങനെ കുഴച്ച് ജെറി കുഴച്ച്. അയ്യേ, ടോമും ജെറിയും കൈ കഴിവില്ലേ? ടോമും ജെറിയും കൈ കഴുകില്ല. കൈ കഴുവൂലേ? ഇല്ല. ഇല്ലേ? ഇല്ലല്ലേ? ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. ടോം 2. വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. 2. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എനിക്ക് വയ്യ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, അയ്യോ, ആരുമില്ലേ? ഈ പെരുമ്പാമ്പിനെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ ഇവിടെ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, രാത്രിയാവുമ്പോ വന്ന് കയറിക്കോളും. മനുഷ്യന്റെ സ്വൈര്യം കെട്ടുന്ന കാലമാണ്. എറിഞ്ഞൊടക്ക്, എല്ലാം എറിഞ്ഞൊടക്ക്. ഇതും കൂടെ അങ്ങ് എറിഞ്ഞൊടക്ക്, ഓടട്ടെ. എന്നിട്ട് എന്നെ ഈ കുഞ്ഞിനെയും കൂടെ അങ്ങ് കൊന്നു തന്നേക്ക്. അയ്യോ, ഓ, ആ ഡീസന്റ് മേനോനും ഭാര്യയും കലാപരിപാടി തുടങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ് കളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇതെത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടെ. ആ പെമ്പർ നോക്കിയെടുത്ത് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണ്. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. നിങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. അരുത്. എന്താ ഇത്? മാറണോ വടിവാളെ? സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ 2 പൂശും. അറിയോ, എനിക്ക് എന്റെ ഭാര്യ തന്റെ ഭാര്യ തല്ലാൻ പറ്റുള്ളൂ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോട് ദേശം കെട്ടോടെ തലയിലാണ്. മേനെ ഇനി നിങ്ങൾ നിർത്തിയിട്ട് എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് 2 സ്വഭാവം ഉണ്ടോ? അടിച്ച് കൊല്ലും. ഇയാൾ എന്ത് ഡീസന്റ് മേനാണ്. ഇത് ഞാനും എന്റെ ഭർത്താവും തന്നെയുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇടപെടേണ്ട അത് കാര്യമില്ല. വീട്ടിനകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ല, എടുത്തോണ്ട് വേടാ വിലക്കാം. ഇതാണ് ഭാര്യ. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നോളൂ മോന്താനായിട്ട്. രാജേര, ഇയാൾ എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കേണ്ടി വരും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ. ഇവനെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കത്തില്ല. അമ്മാവനെ തല്ലടാ.
അമ്മ ഒരു തല്ലടാ തല്ലടാ അമ്മായി, ബാബേ. പിടിച്ചകത്തോട്ട് പോയെ, പിടിച്ചകത്തോട്ട് പോയെ. അല്ല, അവൻ തല്ലട്ടെ മരുമാനല്ലേ, അവൻ എന്റെ മരുമാനല്ലേ. കേറി പോടാ. തല്ലട്ടെ. അത് എന്നോടാവില്ല, അക്ബറിനോടാവും. ഛേ, ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. ഓ രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. നിങ്ങൾ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഏതായാലും ഉറക്ക് പോയി, ഇനി നമുക്ക് ഉറക്കം കിട്ടൂല. ഒരൊറ്റ റൗണ്ട് നോക്കിയല്ലേ. അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ മതി, രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ രേവതി തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ. ബാലകൃഷ്ണ, ഞാൻ പറയണതെന്ന് വെച്ചാൽ അയ്യോ എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ആയിക്കോട്ടെ മോനെ, ഒരൊറ്റ ചീട്ട് റൗണ്ട്. കളിക്കാനോ? ഡോക്ടറുണ്ടല്ലോ, നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ഞാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. നമുക്കൊന്ന് നോക്കാം. അതൊക്കെ ശരിയാ, പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാവും. 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല, ദേ ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്. ബാപ്പാ ഞാൻ പോവാ. അല്ല സൈനബ, നീ ഇന്നത്തെ പത്രം ശരിക്കും നോക്കിയോ? ഓ എന്താ? എന്നിട്ട് അതിന് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരം ഒന്നുമില്ലേ? ഇല്ല. ഞാൻ എന്താണിത് ഇങ്ങനെ ചോദിക്കുന്ന അറിയോ? എന്തിനാ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇതും പിടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീയും കൂടി ഇരി, നമുക്കൊരു കൈ റമ്മി കളിക്കാം. വാ ഇരി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ബാപ്പാ? അതില്ലാത്തോണ്ടല്ല ഇതും പിടിച്ചിരിക്കണേ. ഉമ്മ ഞാൻ പോവാ. നിക്ക് ഞാനും വരുന്നുണ്ട്. അല്ല അന്ന് ഇലക്ട്രിസിറ്റിയിലും സമരമൊന്നുമില്ലേ? പോവന്നെയാണ് കുതിര പോകും പോലെ. ആ മൂപ്പര് എന്നിട്ടാണല്ലോ അവിടെ ട്രാൻസ്ഫോമർ പിടിപ്പിക്കാന്. നീ അവിടെ ഇരി, ഒരു കൈ കളിച്ചിട്ട് വാ. ഒരു 11-12 മണിയാകുമ്പോൾ അങ്ങോട്ട് എത്താൻ പോരാ എനിക്ക്. ഈ ഒടുക്കത്തെ ചീട്ടുകളേറെ ഇങ്ങടെ പണി പോയി, ഇനി എന്റെ പണിയും പോണോന്നാ. ജമീല, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പണി പോയത് ഷീറ്റ് അടിച്ചിട്ടല്ലാന്ന്. ആ മാനേജർ എന്നോട് കളിച്ച് തോറ്റ കെറുകൊണ്ടായാലും എന്നെ പുറത്താക്കിയതല്ലേ. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. ഓ കിട്ടും കിട്ടും. കിട്ടുന്ന് ഞാൻ ആ ഫ്രാൻസിസിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പണി തരാക്കാൻ. എവിടെ? ക്ലബില്. ഏത് ക്ലബില്? ഷീറ്റ് കളി ക്ലബില്. ഓ എന്റെ പടച്ചോനെ, ഇങ്ങള് നന്നാവാൻ പോണില്ല. വാ ഉമ്മ, ബസ് പോവും. നിക്ക് ഉമ്മ, ചീട്ട് കെട്ടുകൊണ്ട് പുറത്തോട്ട് പോവേണല്ലേ, ഞാൻ വരുമ്പോ പറയണം. ആ മോള് പൊക്കോ. എടാ അക്ബറേ. ആ എന്താണമ്മ, നിങ്ങൾക്ക് കളിക്കണോ? നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ. ഓൾ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഷീറ്റും പറ്റിയായിരിക്കും. അല്ലടാ, സോപ്പും പൊടി. ആ സോപ്പും പൊടിയാണെങ്കിൽ ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടരാ. ഞങ്ങൾ ലേശം താമസിക്കുന്നു മാത്രം കേട്ടാ. ആ നീ താമസിക്കും, എനിക്ക് പൊടിയുണ്ടത്. MD സ്ഥലത്തെത്തിയത് കാണാനുണ്ടേ. എന്തൊരു ആത്മാർത്ഥത. പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ. അതല്ലേ ഉച്ചക്ക് ഊണ് പോലും കഴിക്കാതെ MD റൂമിൽ കയറി ഇരുന്നത്. മിസ് രാധിക വർമ്മയ്ക്ക് ബോറടിച്ചല്ലേ? ബോറടിച്ചില്ലേ? തമാശയൊന്നും വേണ്ട. 1 മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? നിനക്കറിയാമല്ലോ, നമ്മുടെ MD എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ, പിന്നെ അയാള് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേറൊരു അരമണിക്കൂർ. നീ ഒന്ന് കൂട്ടി നോക്കിയേ സമയം എത്രയെന്ന്. 12:30 മണിക്ക് കയറിയതാ ഞാൻ അയാളുടെ റൂമിൽ. എല്ലാരും ഊണ് കഴിച്ചു പോയി, ഇനി നമ്മള് മാത്രമേ ഉള്ളൂ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രണ്ടിന്റെ നോട്ടം നമ്മുടെ വായില. എന്താ പറയുക, വല്ലതും പറയൂ. എന്തൊരു ടെൻഷനായുടെ മുഖത്ത്. അയ്യേ, ഇതെന്താ കടലാസ്? ഇന്ന് കടലാസല്ലേ ഉള്ളൂ, ചില ദിവസം കല്ലായിരിക്കും. രേവതിയുടെ പണിയാ. ഇടയ്ക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറും. ഇന്ന് സ്പെഷ്യലാണെന്നാ പറഞ്ഞത്. അവളുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന. അതെ, ഓ കാപ്പിപ്പൊടി അധികം ഇറക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അതേപടി ഇരിപ്പുണ്ട്. ആ എനിക്കറിയില്ല. ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടടാ, നിന്നെയൊക്കെ കടയിൽ പിടിച്ച് നിർത്തി എന്നെ വേണം തല്ലാൻ. ആ നിങ്ങൾ സാധനം ഇറക്കി വെക്കുക, കണക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം. ഇവന്മാര് തിരുമറി നടത്താൻ നോക്കിയോ? അപ്പഴേ ഹലോ, അതെ ഒരു മിനിറ്റ്. പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം? കുട്ടിയുടെ പേര്? അതല്ല, കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ്. ആളല്ല പിന്നെ, പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം. എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും. അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ വന്നാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം. അത് വാപ്പയോട് പറയണം. വാപ്പയോ? പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ, ഞാൻ ഈ കടയുടെ ഓണറാണ്. മജീദ് ഖാന്റെ മോളല്ലേ?
അല്ല, ഞാൻ അക്ബറിന്റെ മോളാ. അക്ബർ, പക്ഷെ ഞാൻ മജീദ് ഖാനാ വിളിക്കുന്നത്. അതെന്തിനാ? അല്ല, ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റിച്ച് വിളിച്ചിട്ട് പിന്നെ സോറി പറയും. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാത്തെ? പേര് ഞാൻ വാപ്പയോട് പറഞ്ഞയക്കാം. വാപ്പയോടോ? ഇത്ര നിസ്സാര കാര്യങ്ങൾ വാപ്പയോടൊന്നും പറയണ്ട. പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ചുമ്മാണ്. ഞാൻ ഈ കടയുടെ ഓർഡർ ഒന്നല്ല.